നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ കൂട്ടത്തിൽ നമ്മുടെ ഒരു കോൺവെർസേഷനിലും അല്ലെങ്കിൽ നമ്മൾ ഡെയിലി സംസാരിക്കുന്ന ഒരു വേർഡാണ് സെൻസിറ്റീവ്, അല്ലേ? അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ടോ, അയ്യോ അവൾ ഭയങ്കര സെൻസിറ്റീവാണ്, അല്ലെങ്കിൽ അവൻ ഭയങ്കര സെൻസിറ്റീവാണ്, അങ്ങനെയൊന്നും അവനോട് പറയാൻ പാടില്ല, അല്ലെങ്കിൽ അവളോട് പറയാൻ പാടില്ല. എന്താണ് ഈ സെൻസിറ്റീവ്? അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഈ സെൻസിറ്റീവ്, എൻ്റെയൊക്കെ മനസ്സിൽ ഈ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ അർത്ഥമാക്കിയിരുന്നത് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ആൾക്കാരെയാണ് ഈ സെൻസിറ്റീവ് എന്ന് പറയുന്നത്. പെട്ടെന്ന് കരയും, അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല, അല്ലെങ്കിൽ ദേഷ്യപ്പെടാൻ പാടില്ല. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള ഒരു കോൺസെപ്റ്റ്, സെൻസിറ്റീവ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ലൈബ്രറിയിൽ പോയപ്പോൾ ഞാനൊരു പുസ്തകം എടുത്തു, അങ്ങനെ വായിച്ചു. അപ്പം ഡോക്ടർ ഏലിയൻ അറോൺ എന്നാണ് ആ റൈറ്ററിൻ്റെ പേര്. ഹൈലി സെൻസിറ്റീവ് പേഴ്സണെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പുസ്തകത്തിൻ്റെ കവർ പേജൊക്കെ കാണിക്കാം. HSP എന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് HSP കാറ്റഗറിയിലുള്ളവരുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും അവർക്ക് ഈ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് അവരനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ വിചാരിച്ചത് മാത്രമല്ല സെൻസിറ്റീവിൻ്റെ ലക്ഷണങ്ങൾ. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയിരുന്ന, അല്ലെങ്കിൽ എനിക്ക് അറിയാമായിരുന്ന ആകെ കൂടെ ഉണ്ടായിരുന്നത് ഈ പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. പക്ഷേ ഈ സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ സെൻസിറ്റീവ് HSP എന്നാണ് പറഞ്ഞത്, ഹൈലി സെൻസിറ്റീവ് പേഴ്സൺ. അപ്പോൾ HSP കാറ്റഗറിയിലുള്ളവർ ഒരു എസ്കേപ്പിസം ആഗ്രഹിക്കുന്നവർ കൂടിയാണ്. പക്ഷെ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിയാണല്ലോ, ഇത് ഒരു എസ്കേപ്പിസം കൂടിയാണ്. ഞാൻ സെൻസിറ്റീവ് ആണെന്ന് പറയുന്നത് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യുന്ന ജോലികൾ അതിൽ നിന്നൊരു ഒഴിഞ്ഞുമാറലായിട്ടും കണക്കാക്കാം, അതിൽ നിന്നൊന്ന് രക്ഷപ്പെടുക, അതും ഈ സെൻസിറ്റീവ് പേഴ്സൻ്റെ ഒരു സ്വഭാവമാണ്. അതേപോലെ തന്നെ വേറൊരു സ്വഭാവമാണ്, അവരെ ആർക്കും വഴക്ക് പറയാനോ അല്ലെങ്കിൽ അവരോട് ആർക്കും ദേഷ്യപ്പെടാനോ അവരെ ആർക്കും ക്രിട്ടിസൈസ് ചെയ്യാനോ പറ്റാത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു. പക്ഷെ അവർ ചെയ്യുന്ന ജോലികളും അവർ ചെയ്യുന്ന രീതികളും എല്ലാം കറക്റ്റ് ആവണമെന്നില്ല. പക്ഷെ ആർക്കും അവരെ ഒന്നും പറയാൻ പറ്റില്ല, അവർ സെൻസിറ്റീവാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ മാറ്റി നിർത്തുന്നു. പക്ഷെ അതൊരു കണക്കിന് ഈ പറഞ്ഞതുപോലെ, ഈ ഓതർ പറഞ്ഞതുപോലെ അതൊരു എസ്കേപ്പിസം. അപ്പം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെയുണ്ട് അവരുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, പക്ഷെ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, എങ്ങനെ അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പം ഈ പറയുന്ന ഈ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനും ഈ പറയുന്ന സെൻസിറ്റീവ് പേഴ്സൺ ആയിരുന്നു മുമ്പ്. പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴും കോളേജിൽ പഠിച്ചിരുന്നപ്പോഴും അത് കഴിഞ്ഞിട്ടും ഒക്കെ ഞാൻ സെൻസിറ്റീവ് ആയിരുന്നു എന്ന് എൻ്റെ ഫ്രണ്ട്സും പറയാറുണ്ട്. കാരണം അന്ന് ആരെങ്കിലും എന്തെങ്കിലും എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. അതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാൻ പറ്റാതെ വരാറുണ്ടായിരുന്നു. എന്ത് പറഞ്ഞാലും അതിനെ പേഴ്സണലായിട്ട് ഞാൻ എടുക്കുമായിരുന്നു. ഇപ്പം അത് വേറൊരു എന്ന് വെച്ചാൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞാലും അത് എനിക്കിട്ടാണ് വരുന്നത്, എന്നോടാണ് പറയുന്നത് എന്ന് വിചാരിച്ച് ഞാനതിനെ പേഴ്സണലായിട്ട് എടുത്തിട്ട് എപ്പോഴും ഞാനത് ചിന്തിച്ച് വിഷമിച്ചിരിക്കാറുണ്ട്. അപ്പം എനിക്ക് വന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പണ്ടത്തെ ഒരു സ്വഭാവം അങ്ങനെയായിരുന്നു. അപ്പം എനിക്ക് ഒരു തരത്തിലും എനിക്ക് മുന്നോട്ട് വരാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല എന്ന് ഞാൻ തന്നെ ഉള്ളിലങ്ങ് വിശ്വസിച്ചു. എന്നെ കൊണ്ട് പറ്റില്ല, കാര്യം മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, മറ്റുള്ളവരുടെ മുന്നിൽ പോയി നിന്ന് രണ്ട് വാക്ക് പറയാൻ എനിക്ക് പറ്റില്ല. അങ്ങനെയൊക്കെ എനിക്ക് തന്നെ തോന്നി തുടങ്ങി. കാരണം വെച്ചാൽ എനിക്ക് ഒന്നിനും കഴിയില്ല എന്ന ഒരു തോന്നൽ എനിക്ക് തന്നെ തോന്നി തുടങ്ങി. അങ്ങനെ തോന്നി തുടങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഈ സെൻസിറ്റീവ് എന്ന് പറയുന്ന ഈ ഒരു സർക്കിളിൽ നിന്ന് ഞാൻ മാറിയാൽ മാത്രമേ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ആഗ്രഹമുള്ള കാര്യങ്ങൾ എനിക്ക് രണ്ട് വാക്ക് പറയണമെങ്കിൽ, ധൈര്യമായിട്ട് പറയണമെങ്കിൽ, ഇതിനൊക്കെ സാധിക്കണമെങ്കിൽ ഞാൻ ഈ ഒരു സർക്കിള് കംഔട്ട് ചെയ്യണം എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ തന്നെ ഞാൻ പർപ്പസ്ഫുള്ളി ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് മാറി. എന്ത് പറഞ്ഞാലും എനിക്ക് ഫീൽ ചെയ്യില്ല, എന്ത് പറഞ്ഞാലും അതിൻ്റെ അകത്തെ നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ, ബാക്കി മോശം കാര്യങ്ങൾ അത് അപ്പോൾ തന്നെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയും എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ ഞാൻ എടുത്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് പിന്നീട് ഒരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ഒരു 2 വരി പാട്ട് പാടാനോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിന് നിങ്ങളോട് എനിക്ക് 2 വാക്ക് പറയാനോ ഒക്കെ പറ്റുന്നത് എൻ്റെ മനസ്സിന് ഞാൻ തന്നെ എന്നൊരു ഫീലിംഗ് എൻ്റെ മനസ്സിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു സ്വഭാവത്തിലൂടെ അല്ലെങ്കിൽ എൻ്റെ ഒരു ക്യാരക്ടർ ആണ് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ പണ്ടത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിൽ നിന്ന് മാറേണ്ടതുണ്ട് എന്ന് പറയാനും കൂടി വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്.
കാരണം അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് പെർഫോം ചെയ്യാനോ 2 വാക്ക് പറയാനോ ഒന്നും നമുക്ക് കഴിയില്ല. നമ്മൾ ഈ സെൻസിറ്റീവ് എന്ന് പറഞ്ഞൊരു ലേബലിൽ ഒതുങ്ങിയിരിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായും അതിൽ നിന്ന് നമ്മളെല്ലാവരും വെളിയിൽ വരണം. സെൻസിറ്റീവ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭൂഷണമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാര്യം ഈ ബുക്കിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും സെൻസിറ്റീവ് പേഴ്സൺ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത് ഈ ബുക്കിനകത്ത്. ഞാനത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കൂടെ നിങ്ങളോട് പറയാം. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഈ പുസ്തകം വായിച്ചതിൽ നിന്നും എൻ്റെ അനുഭവങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്, നമ്മളൊരു സെൻസിറ്റീവ് പേഴ്സൺ ആണെന്ന് പറഞ്ഞ് ഐ എം എ സെൻസിറ്റീവ് പേഴ്സൺ എന്ന് പറഞ്ഞ് നമ്മൾ മാറിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നമ്മളെ ആരും മുന്നോട്ട് വലിച്ചു കൊണ്ടുപോകത്തില്ല. അപ്പം നമ്മൾ ആ ഒരു ലേബലിൽ നിന്ന് മാറ്റണം കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഉടനെ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുക, അതൊക്കെ നമ്മളങ്ങ് മാറ്റി വെക്കുക. കാര്യം ഞാൻ പറഞ്ഞല്ലോ, കല്ലും മുള്ളും കൂടെ കടന്നു വന്നാൽ മാത്രമേ നമുക്കൊരു നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. എല്ലാം അങ്ങനെയാണ്. അപ്പം ഈ സെൻസിറ്റീവ് പേഴ്സണായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ ആരെങ്കിലും ആണെങ്കിൽ തീർച്ചയായും ഞാൻ ഈ പറയുന്നത് നിങ്ങൾ മനസ്സിലേക്ക് എടുക്കുക. നല്ലതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ഇതിനകത്ത് ആരോ കമൻറ്റ്, ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഇതൊക്കെ വായിച്ചു നോക്കിയിട്ട് തന്നെയാണോ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഞാൻ എന്ത് വീഡിയോ, ഞാൻ എന്ത് കാര്യവും യൂട്യൂബിനകത്തൂടെ പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് വായിച്ചു നോക്കി എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമാണ്, അത് എൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ട് മാത്രമാണ് ഞാനത് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ഒരു പുസ്തകം വായിച്ചിട്ട് നിങ്ങളോട് പറയുകയല്ല. അതുകൊണ്ട് അതിനെ ആ ഒരു രീതിയിൽ മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. ഇനി ഞാൻ ആദ്യം പറയാൻ പോകുന്നത് സെൻസിറ്റീവ് പേഴ്സൻ്റെ ക്വാളിറ്റീസ് ആദ്യം പറയാം, പിന്നെ അവർക്ക് വരുന്നൊരു ഡ്രോബാക്ക് എന്താണെന്നും കൂടെ പറഞ്ഞുതരാം. ഇനി ഈ പുസ്തകത്തിൽ പറഞ്ഞതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് ഈ ക്വാളിറ്റീസ് പറയുന്നത്. ഒന്നാമത്തെ ക്വാളിറ്റി സെൻസിറ്റീവ് പേഴ്സൻ്റെ വരുന്നത് അവർ ഡീപ്പ് പ്രോസസ്സിങ് എന്ന് പറയും. എപ്പോഴും എന്തിനേയും ഡീപ്പായിട്ടുള്ള പ്രോസസ്സ് ചെയ്യുന്നവരാണ്. അതായത് ആഴത്തിൽ വിശകലനം ചെയ്ത് അവരുടെ ജീവിത അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവർ കടന്നുപോയ ചുറ്റുപാടുകളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വികാര തീവ്രതയായിരിക്കാം, എന്തിനേയും അവർ വളരെ ആഴത്തിൽ പ്രോസസ്സ് ചെയ്തിട്ട് മാത്രമാണ് അവർ ഓരോ ദിവസവും പോകുന്നത്. വെച്ചാൽ ഒരു ചെറിയ കാര്യമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് പോലും എങ്കിൽ പോലും അവരതിനെ വലുതാക്കിയെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഈ സെൻസിറ്റീവ് പേഴ്സൺ. പക്ഷെ അത് ഒരു കണക്കിന് നല്ലതായിരിക്കാം, പക്ഷെ എപ്പോഴും അത് നല്ലതാവണമെന്നില്ല. കാര്യം വളരെ ചെറിയൊരു കാര്യം പോലും ഡീപ്പായിട്ടുള്ള പ്രോസസ്സ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു മെൻറ്റാലിറ്റിയാണ് നമുക്കെങ്കിൽ നമ്മൾ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും, ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. എപ്പോഴും മൈൻഡ് അതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഓവർ തിങ്കിങ് ആയിരിക്കും. അപ്പോൾ അതെന്താണെങ്കിലും നമ്മൾ അങ്ങനെ ഇപ്പോഴും നമ്മുടെ മൈൻഡ് എപ്പോഴും അപ്സെറ്റ് ആവുകയും ആൻഷ്യസ് ആവുകയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതൊരു നല്ല ക്വാളിറ്റിയാണെന്ന് ഞാൻ പറയത്തുമില്ല. ഡീപ്പ് പ്രോസസ്സിംഗ് ആണ് അവരുടെ ഒരു ക്വാളിറ്റിയായിട്ട് ഈ ബുക്കിൽ പറയുന്നത്. രണ്ടാമത്തേത് പറയുന്നതെന്ന് വെച്ചാൽ ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും സ്ലോ ആണ്. എപ്പോഴും ഈ സെൻസിറ്റീവ് പേഴ്സൺസിന് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഒത്തിരി താമസമാണ്. ഇനി ഇന്നത് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ പറയാറില്ലേ സാധാരണയായിട്ട് എന്ത് നിങ്ങൾ ഡിസൈഡ് ചെയ്തോ, വാട്ട്സ് യുവർ ഡിസിഷൻ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. പെട്ടെന്ന് അവർ ഡിസിഷൻ പറയത്തില്ല, ഒത്തിരി താമസമാണ്. അവരതിനെ കൂട്ടിക്കുറച്ച് ഇങ്ങനെ ഇരുന്ന് അവസാനം അവരവരുടെ ഡിസിഷൻ പറയത്തുള്ളൂ. അപ്പോൾ വളരെ താമസമാണ്. അതും നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. മൂന്നാമത്തേത് ഈ പുസ്തകത്തിനകത്ത് പറയുന്ന ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രീഷിയേറ്റിംഗ് ഡീറ്റെയിൽസ്. അതായത് അത് നല്ലൊരു ക്വാളിറ്റിയാണ്. കാരണം എന്താണെന്നോ, അപ്രീഷിയേറ്റിംഗ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടാണ്. നമ്മളൊരു സിനിമ കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊരു ബുക്ക് വായിക്കുകയാണെങ്കിലോ അതിനകത്ത് ഒരുപാട് ഡീറ്റെയിലിങ് കാണും അല്ലേ. ഓരോ ലെയർ ആയിട്ടായിരിക്കും ഒരു സിനിമയുടെ കഥ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് എന്താണ്, സെക്കൻഡ് ഹാഫ് എന്താണ്, അതിനകത്ത് ഓരോ കാര്യങ്ങളും വളരെ മൈന്യൂട്ടായിട്ട് ഓരോ ക്യാരക്ടറിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും അതെങ്ങനെയാണ് അങ്ങനെ ചെയ്തതും ആ ഫൈറ്റ് സീൻ എങ്ങനെയാണ് അങ്ങനെ ഉണ്ടായതെന്നും അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കണ്ടന്റ് എന്താണെന്നും അതിൻ്റെ തീം എന്താണെന്നും അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട് അവർക്ക്. ബുക്ക് വായിക്കുമ്പോഴും അതേപോലെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ആ ബുക്ക് ആ ഓതർ എഴുതിയെന്ന് പോലും ഇവരോട് ചോദിച്ചാൽ പറയും. അപ്പോൾ അത് വളരെ നല്ല കാര്യമാണെന്ന് തോന്നുന്നു, അപ്രീഷിയേറ്റിംഗ് ഡീറ്റെയിൽസ്. മൂന്നാമത്തേത് റിഫ്ലക്റ്റിംഗ് ഓൺ കോൺവെർസേഷൻസ് ആണ്. അതെന്താ അങ്ങനെ ആ ഒരു സ്വഭാവ സവിശേഷത എന്ന് വെച്ചാൽ ആ ഒരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ കോൺവെർസേഷൻസ് എവിടെയെങ്കിലും ഒരു ടോക്കോ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻസോ നടക്കുകയാണെങ്കിൽ അതിനകത്തെ ഓരോ വ്യക്തികളും പറഞ്ഞതിനെ വീണ്ടും റിവൈൻഡ് ചെയ്ത് എടുത്ത് മനസ്സിലിട്ട് അതിനെ അനലൈസ് ചെയ്ത് വ്യാഖ്യാനിച്ച് കൂട്ടി എന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ.
മനസ്സിലായില്ലേ? അത് എന്നുവെച്ചാൽ ഒരു ഡിസ്കഷൻ കഴിഞ്ഞു, ഇന്നലെ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയണം, ഇന്നലെ ഒരു ഡിസ്കഷൻ കഴിഞ്ഞു. ആ ഡിസ്കഷൻ കഴിഞ്ഞാൽ അതിനകത്ത് ഇന്ന പർട്ടിക്കുലർ പേഴ്സൺ അങ്ങനെ പറഞ്ഞത് അത് എന്തുകൊണ്ടാണ്, അത് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ചിലർ പറയുന്നത് കേൾക്കില്ലേ, നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ തോന്നും. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു ക്യാരക്ടറും ഇവർക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്വാളിറ്റീസ് ആയിട്ടാണ് ഇതിനകത്ത് പറയുന്നെങ്കിലും ഇതിനകത്ത് ഒരു ക്വാളിറ്റി ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു ക്വാളിറ്റിയാണ് മറ്റുള്ളവരോട് എമ്പതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇവർക്കുണ്ട്. അവർ എന്ന് വെച്ചാൽ ഇതിനെ എല്ലാത്തിനെയും ഇങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവർ ജീവിക്കുമ്പോൾ ഇവർ മറ്റുള്ളവരിലും അങ്ങനത്തെ സ്വഭാവങ്ങളുള്ളതും അല്ലെങ്കിൽ അങ്ങനത്തെ വിഷമങ്ങളിലൂടെ കടന്നുപോയവരും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഈ സെൻസിറ്റീവ് പേഴ്സൺസിനുണ്ട്. അത് സത്യമാണ്. അപ്പോൾ അത്രയുമൊക്കെയാണ് ഈ ക്വാളിറ്റീസ് ഉള്ളത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിനകത്ത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അത് എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോയിലൊന്നും ഒതുങ്ങത്തില്ല ഇത്. രണ്ടാമത്തേത്, എനിക്കിതിനകത്ത് ഇവരുടെ സ്ട്രെങ്ത് ആയിട്ട് തോന്നി ഇങ്ങനത്തെയൊക്കെയുള്ള കുറച്ച് ക്വാളിറ്റീസ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഇതിനകത്ത് സെൻസിറ്റീവ് പേഴ്സൺസ് എന്ന് പറയുമ്പം ഞാൻ ആ ഒരു വ്യക്തിയിൽ നിന്നും ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ നിന്ന് ഞാൻ മാറിയത് കൊണ്ട് ഞാൻ പറയുകയാണ്, ഒരിക്കലും എനിക്ക് ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. കാര്യം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, എല്ലാം നമുക്ക് എപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും. അതിനുവേണ്ടി കുറേ സമയം നമ്മൾ കളയും. അതല്ലെങ്കിൽ ആരെങ്കിലും നമ്മളതൊന്ന് ക്രിറ്റിസൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സങ്കടമോ അല്ല, നമുക്ക് തിരിച്ചു പറയാനറിയില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം. അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വിഷമിക്കാനേ നേരിടും. എപ്പോഴും നമ്മൾ ആങ്ഷ്യസ് ആയിരിക്കും, ഓവർ തിങ്കിങ് ആയിരിക്കും, ഈസിലി അപ്സെറ്റ് ആണ്. ഇങ്ങനത്തെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഈ സെൻസിറ്റിവിറ്റിയിലൂടെ നേരിടേണ്ടി വരും. അപ്പോൾ ഈ ഒരു സെൻസിറ്റീവ് പേഴ്സൺ ആണ് നമുക്ക് നല്ലതാണ്, ആ ലേബലിന് ഒരു പ്രസക്തിയും ഇല്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയാണ് ഈ സെൻസിറ്റീവ് പേഴ്സൺ ഉള്ളത്. അപ്പം ഞാൻ അത് പറയാനുള്ള കാര്യം പോലും ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു അനുഭവം കൂടെ ഉണ്ടായി. കാര്യം എൻ്റെ ഒരു ഫ്രണ്ട്, ആ ഒരു ഫ്രണ്ട് അപ്പം എനിക്കറിയില്ല അവർ സെൻസിറ്റീവ് ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എന്തോ ഇങ്ങനെ ഡിസ്കഷനിൽ വന്നപ്പം ഇന്ന കാര്യം ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് പലരോടും അവർ പറഞ്ഞത്രേ ഞാൻ വളരെ സെൻസിറ്റീവായിട്ടും എന്നോട് അങ്ങനെ സംസാരിച്ചു. പക്ഷെ അപ്പം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അതിനെ പേഴ്സണലായിട്ട് എടുക്കുന്നവരാണ് ഈ സെൻസിറ്റീവ് പേഴ്സൺസ്. അപ്പം ഇങ്ങനെ സെൻസിറ്റീവ് ആകുമ്പോൾ നമുക്ക് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അവരോടല്ലേ. നമുക്ക് ഒരു കാര്യവും അവരോട് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. വളരെ കെയർഫുള്ളി അവരോട് ഡീൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫീൽ ചെയ്യും. എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള സ്വഭാവം ഉള്ളവരോട് നമുക്ക് ഡീൽ ചെയ്ത് പോകാനും ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു കാര്യവും ചർച്ച ചെയ്യാനും പറ്റത്തില്ല. അപ്പം എനിക്ക് തന്നെ അനുഭവമുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് ഞാനിപ്പോൾ മാറിയതിപ്പോൾ എത്ര ഫ്രീ ആയിട്ടാണ് എനിക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും എനിക്ക് എടുക്കേണ്ടത് മാത്രം ഞാൻ എടുക്കുകയുള്ളൂ. ഞാൻ പേഴ്സണലായിട്ട് എടുക്കാറില്ല. ഇനി ഞാൻ ചെയ്തത് എന്തെങ്കിലും മോശമായിട്ടാണ് അവർ പറയുന്നതെങ്കിൽ അതിനകത്തെ അവർ പറയുന്ന കാര്യങ്ങളിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഞാനത് എടുക്കും, ഇല്ലെങ്കിൽ ഞാനത് നെഗ്ലക്റ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് വന്നൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തും ആരോടും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് നല്ലതെന്ന് തോന്നുന്നു നമുക്ക് പറയാൻ പറ്റും. ഒരു ആൾക്കാരുടെ മുന്നിൽ നിന്ന് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞാൽ എനിക്കത് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഈ സെൻസിറ്റീവ് ലേബലിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ബുക്കിനകത്തെ മുഴുവൻ കാര്യങ്ങളും പറയാനൊക്കെ ഇല്ല, പക്ഷേ എങ്കിൽ പോലും ഞാൻ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് ഇവർക്ക് എങ്ങനെ മാറാം എന്നുള്ള കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അപ്പം നിങ്ങളൊരു സെൻസിറ്റീവ് പേഴ്സൺ ആണെന്ന് വെച്ചോ, എങ്ങനെ നിങ്ങൾക്കിത് മാറ്റിയെടുക്കാം എന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഞാൻ മാറി വന്നത് എങ്ങനെയാണെന്ന് പറയുമ്പോഴും നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു, ഉടനെ നിങ്ങൾ കണ്ണ് നിറഞ്ഞ് സങ്കടപ്പെട്ട് അന്നത്തെ ദിവസം മുഴുവൻ അതിനു വേണ്ടി കളയരുത്. തീർച്ചയായും നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അത് അവരുടെ കാഴ്ചപ്പാട് മാത്രമാണ്. നമ്മളെ വിമർശിക്കുന്നവരുടെ കാഴ്ചപ്പാട് മാത്രമാണ് അങ്ങനെയെന്ന് വിചാരിക്കുക. അപ്പം അത് അവരെന്നുള്ള എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നമ്മുടെ എതിർത്ത് പറഞ്ഞവരുടെ കാഴ്ചപ്പാടുകളാണത്. ഒരിക്കലും അത് ശരിയായിക്കൊള്ളണം എന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ചെയ്തത് ശരിയാണെങ്കിൽ ആരും എന്തും പറഞ്ഞോട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾ ഒരിക്കലും അതിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം വീട്ടിൽ വന്നിരുന്ന് അല്ലെങ്കിൽ ഓഫീസിൽ ഒന്നെങ്കിലും ചിലപ്പോൾ ഓഫീസിൽ നിന്ന് ആരെങ്കിലും കൊളീഗ്സ് ആയിരിക്കും പറഞ്ഞത്, അപ്പം അതങ്ങ് നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞിരിക്കുക. അത് ഒരിക്കലും പേഴ്സണലായിട്ട് എടുക്കരുത്. ഇനി ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞതെങ്കിൽ, ഇപ്പം എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ കാര്യം മാത്രം മാറ്റിക്കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ മനുഷ്യർക്കും തെറ്റുപറ്റും അല്ലേ. ഒരാൾക്ക് ആരും 100% പെർഫെക്റ്റ് ആണോ? അല്ല.
എല്ലാവർക്കും തെറ്റുകൾ പറ്റാം. അതുകൊണ്ട് അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കാനുള്ള ആ ഒരു സമയം നമുക്കെടുത്ത് അത് ശരിയാക്കി കൊടുക്കാം. അതല്ലാതെ നമ്മളെ പേഴ്സണലായിട്ടാണ് പറഞ്ഞതെന്ന് വിചാരിച്ച് നമ്മുടെ മൈൻഡ് അപ്സെറ്റ് ആകേണ്ട ഒരു കാര്യവുമില്ല. രണ്ടാമത്തെ, അപ്പം ആദ്യത്തെ കാര്യം ഇത്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ നമ്മൾ കരയാൻ പോകരുത്. കണ്ണ് നിറയെങ്കിൽ പോലും നമ്മളത് പർപ്പസ്ഫുള്ളി മാറ്റിയെടുക്കണം. കാര്യം കണ്ണ് നിറയുന്നത് നമ്മുടെ ഒരു ഡ്രോബാക്കാണ്. അപ്പോൾ ഒരിക്കലും എന്തിനാണ് കണ്ണ് നിറയുന്നത്? കണ്ണ് നിറയേണ്ട കാര്യമില്ല. അപ്പം എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ കണ്ണ് നിറയുമ്പോഴാണ് തീർച്ചയായും വീണ്ടും 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 നമ്മുടെ മേത്ത് ഇങ്ങനെ ആരോസ് വരുന്നത്. അപ്പം ഒരിക്കലും നമ്മൾ കണ്ണ് നിറയേണ്ട കാര്യമില്ല. നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ ബോൾഡായിട്ട് തന്നെ നിൽക്കുക. രണ്ടാമത്തത്, എന്തെങ്കിലും ഒഫീഷ്യലി നമ്മളോട് പറയുന്ന ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഫീഷ്യലായിട്ട് തന്നെ ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മൂന്നാമത്തേത്, നമ്മുടെ ഫാമിലിയെയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെയോ എന്തെങ്കിലും കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അത് ആ സ്പോട്ടിൽ വെച്ച് തന്നെ അതിന് റിപ്ലൈ കൊടുക്കുക. അത് വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല, വീട്ടിൽ വന്ന് സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. അത് ആ സ്പോട്ടിൽ വെച്ച് തന്നെ റിപ്ലൈ കൊടുക്കുക. അതവിടെ കഴിഞ്ഞു. വീണ്ടും അതെടുത്ത് മനസ്സിലിട്ടുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. നാലാമത്തേത് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഒരു ഡിസ്കഷന് നമ്മളിരുന്നു, അല്ലെങ്കിൽ ഒരു ഡിബേറ്റോ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങോ ആയിക്കോട്ടെ, ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് ആരെങ്കിലും ഡിസ്കസ് ചെയ്യുന്നതിനിടയിൽ നമ്മളെ കുത്തി നോവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകിൽ ആ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെ റെസ്പോണ്ട് ചെയ്യുക, അതല്ലെങ്കിൽ അതിനെ നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞിരിക്കുക. നമുക്ക് അത് വലിയതായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞിരിക്കുക. അതിനെ നമ്മൾ ആഴത്തിൽ വിശകലനം ചെയ്ത് വ്യാഖ്യാനം ചെയ്ത് നമ്മുടെ മനസ്സിലിട്ട് അനലൈസ് ചെയ്ത് അതിനെ ഒരു വലിയ പ്രശ്നമാക്കി കുറേ സമയം നമ്മൾ കളയുന്നല്ലാതെ ഒരു കാര്യവുമില്ല. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ സെൻസിറ്റീവ് എന്ന് പറഞ്ഞ് ലേബൽ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ആണ് ഞാനെന്ന് മാറിയിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അതിൽ നിന്ന് പുറത്തു വരാനുള്ള 4 മെത്തേഡ്സാണ് ഞാൻ പറഞ്ഞത്, 4 ട്രിക്കാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ 4 ട്രിക്കുകളും ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. പുറത്തു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതല്ലാതെ സെൻസിറ്റീവ് എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയോ അല്ലെങ്കിൽ ഞാൻ HSP ആണ്, എന്നോട് ആരും ഒന്നും പറയാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യും, അങ്ങനെയൊന്നും. ഈ സമൂഹം എന്ന് പറഞ്ഞാൽ എന്തും എപ്പോഴും എങ്ങനെയും പറയും. അതൊക്കെ നമ്മൾ നെഗ്ലക്റ്റ് കളഞ്ഞേക്കാം. നമ്മൾ കണ്ടിട്ടില്ലേ, പൊളിറ്റീഷ്യൻസിനെ കണ്ടിട്ട് അവരോട് ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്, അവരെക്കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ നേരിടേണ്ടി വന്ന എത്രയോ പേരുണ്ട്. അവരൊക്കെ എല്ലാവരും ഇങ്ങനെ പേടിച്ച് മാറിയിരിക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ നിർത്തുകയോ ചെയ്യുമെന്നോ അല്ല ചെയ്യുന്നത്. അതുകൊണ്ട് അതൊന്നും മൈൻഡേ ചെയ്യണ്ട, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോയിക്കോളും. നമ്മൾ ഒട്ടും അതിനൊന്നും വില കൊടുക്കേണ്ട കാര്യമില്ല. ആർക്കും എന്ത് വേണേലും പറഞ്ഞോട്ടെ, നമ്മൾ പോകുന്ന റൂട്ട് കറക്റ്റ് ആയിരിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യുക. നമ്മളിപ്പോൾ ഒരു പാട്ട് പാടി ആരെങ്കിലും പറഞ്ഞു അയ്യോ നിങ്ങൾ പാടാൻ തീരെ കൊള്ളില്ല, എന്നിട്ട് അവർ പാടണ്ട, നമുക്കിഷ്ടമുള്ളതുകൊണ്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യണം. അപ്പം ഈ ഒരു ടോക്ക് ഇവിടെ വന്നെങ്കിൽ ഈ ഒരു കണ്ടന്റ് ഞാൻ എടുത്തു തന്നെ ഈ സെൻസിറ്റീവായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളവർ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു സർക്കിളിൽ നിന്ന് പുറത്തു കടക്കാനാവും. നിങ്ങൾക്ക് വളരെ ഹാപ്പിയായി ബോൾഡായി നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും അറിവില്ലാത്തതാണ്, ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് തീരെ അറിവില്ലെന്ന് വിചാരിച്ചു, അങ്ങനെയാകുമ്പോൾ മറ്റുള്ളവർ കളിയാക്കുകയോ വല്ലതും ചെയ്യും. ആ കളിയാക്കുന്നത് അവിടെ നിൽക്കട്ടെ, പക്ഷെ അതിൽ നിന്ന് നമുക്കൊരു കാര്യം പഠിക്കാൻ പറ്റും. നമുക്ക് ആ കാര്യങ്ങൾ നമുക്കിപ്പം ഗൂഗിളിൽ നോക്കിയിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് നോളജ് കിട്ടത്തില്ലേ. ഇപ്പം അവർ ആ പറഞ്ഞതൊരു നിമിത്തമായി എന്നങ്ങ് വിചാരിച്ചാൽ മതി. അപ്പം നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ ഈ വെറുതെ കളയുന്ന സമയം നമുക്ക് എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന്. ഓക്കെ, നന്ദി, നമസ്കാരം.